ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാ എന്നുള്ളത് ഖബരിയായ ജുംലയാണ്. മുബ്തദയും ഖബറും കൂടിയ ജുംലയാണ്. ജുംല രണ്ടിനുണ്ട്: ഖബരിയായ ജുംല, ഇൻഷാഇയായ ജുംല. ഖബരിയായ ജുംല എന്ന് പറഞ്ഞാൽ ഒരു വിവരം, ഒരു വാർത്ത അറിയിച്ചു കൊടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടെ പറയുന്നത്. അങ്ങനെയുള്ള ഖബരിയായ ജുംലയാണ് അൽഹംദുലില്ലാ എന്നത് എങ്കിലും ഇവിടെ ഉദ്ദേശം ഇൻഷാ ആണ്. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് ആണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നതാണ്. അല്ലദീ ഹദാന, അള്ളാഹു താല നമ്മെ നയിച്ചിരിക്കുന്നു. ഹദാന എന്നതുകൊണ്ട് ഉദ്ദേശം ഐ ദല്ലന, അള്ളാഹു നമ്മെ വഴി നടത്തിയിരിക്കുന്നു, നമ്മെ എത്തിച്ചിരിക്കുന്നു. ലിഹാദ, ഇതിലേക്ക്. ലിഹാദ കൊണ്ട് ഉദ്ദേശം അത്തൈലീഫ്, ഈ രചനയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ നേരത്തെ മുസന്നിഫ് റഹിമഹുല്ലാഹ് തുടക്കത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ ശറഹിനെ കുറിച്ച് പറയുമ്പോൾ, ശറഹ് യുബയ്യിനുൽ മുറാദ വയുതമ്മിമുൽ മുഫാദ വയുഹസ്സിലുൽ മഖാസിദ വയുബ്രിദുൽ ഫവൈദ, ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ ശറഹ് മത്നിൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യത്തെ വ്യക്തമാക്കും. ബയ്യിനുൽ മുറാദ എന്ന് പറഞ്ഞു, അതിൽപ്പെട്ടതാണ് ഇത്. മത്നിൽ ഹദാന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദല്ലന എന്നുള്ളതാണ്. ലിഹാദ എന്നതുകൊണ്ട് ഉദ്ദേശം അത്തൈലീഫ്, രചനയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു. വമാ കുന്നാ ലിനഹ്തദിയ എന്ന പ്രയോഗം, മാക്കാനിൻ്റെ ശേഷം ഒരു ജറിൻ്റെ ലാമ് വരും. ആ ലാമിൻ്റെ ശേഷം അഞ്ഞ് മറഞ്ഞ് നസ്ബ് ചെയ്യണം എന്നുള്ളതാണ് നിയമം. മുളാരിയ ഫീലിന് അഞ്ഞ് മറഞ്ഞ് നസ്ബ് ചെയ്യും. അതാണ് മാക്കാന സയ്യിദുൻ ലിയദ്ഹബ, മാക്കാന സയ്യിദുൻ ലിയദ്ഹബ, സയ്യിദ് എന്തായാലും പോവുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാക്കാന എന്നതിലുള്ള നഫിയുടെ അർത്ഥത്തെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് ലാമുൽ ജഹദ്, ജഹദിൻ്റെ ലാമു എന്നും അതിനിക്ക് പേരുണ്ട്. ഒമാ കുന്ന ലിനഹ്തദിയ, നാം എന്തായാലും ചെന്നെത്തൂലായിരുന്നു, എന്തായാലും നാം ചെന്നെത്തൂലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലൗല അൻ ഹദാനല്ലാഹു ഇലൈഹി, ലൗല എന്നതിൻ്റെ ശേഷം മുബ്തദയാവണം, അതിൻ്റെ ഖബർ കളഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ലൗല എന്നതിൻ്റെ ശേഷം അൻ, മസ്തരിയായ അന്ന് വന്നു. ആ മസ്തരിയായ ഹദാനല്ലാ എന്ന ഫീലിയായ ജുംലയിലേക്ക് ചേർന്നപ്പോൾ അത് തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറായി. അപ്പോൾ ലൗല ഹിദായത്തുല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനത്തിലായി. അള്ളാഹു നമ്മെ ഹിദായത്ത് ചെയ്തിട്ടില്ല ഇരുന്നുവെങ്കിൽ നാം എന്തായാലും ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. അതിൻ്റെ ഖബർ കളയപ്പെട്ടതാണ്. ലൗല അൻ ഹദാനല്ലാഹു, അള്ളാഹു നമ്മെ ഹിദായത്ത് ചെയ്തില്ല ഇരുന്നുവെങ്കിൽ, അതായത് മൗജൂദത്തുൻ, അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്നുള്ളത് ഇല്ല ഇരുന്നുവെങ്കിൽ, മാ കുന്ന ലിനഹ്തദിയ, ഞാൻ സന്മാർഗം സിദ്ധിക്കുമായിരുന്നില്ല. ലൗല എന്നതിൻ്റെ ജവാബ് അറിഞ്ഞതുകൊണ്ട് കളയപ്പെട്ടത്. മുമ്പ് മാ കുന്ന ലിനഹ്തദിയ എന്ന് പറഞ്ഞതിൽ നിന്ന് അറിയുന്നു ഒമാ കുന്ന മുഹ്തദീൻ എന്നുള്ള ജവാബ് കളയപ്പെട്ടതാണ്. ഇലൈഹി, ഈ ഒരു രചനയിലേക്ക് നാം ചെന്നെത്തുമായിരുന്നില്ല, അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കിയില്ല ഇരുന്നുവെങ്കിൽ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വസഹ്ബിഹി.